ഹായ് ഫ്രണ്ട്സ്. ഇവിടെ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചർച്ച ചെയ്യാൻ ഒരുപാട് പേരാണ്, ഒരുപാട് മെയിൻ സ്ട്രീം ചാനൽസ് ഒക്കെ ഇറങ്ങും. അതേസമയം ഒരു ആൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദിവസങ്ങൾ കഴിഞ്ഞൊക്കെയാണ് ചർച്ചയാക്കപ്പെടുന്നത്. നെയ്യാറ്റിൻകരയിലുള്ള മിഥുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 23 വയസ്സേ ആവുള്ളൂ. ആത്മഹത്യ ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമ നൈരാശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, ശരിക്കും ചതിച്ചതാണ്, വഞ്ചിച്ചതാണ്. ഒരു പെണ്ണ് ഒരു പെണ്ണ് തന്നെ പറയാലോ, ഒരു പെണ്ണും അതിൻ്റെ കുടുംബക്കാരും കൂടി വഞ്ചിച്ചതാണ്. അവൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും അവൻ ചെയ്തു കൊടുത്തു. ലാപ്ടോപ്പ് ആവട്ടെ, ഐഫോൺ ആവട്ടെ, പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒരു ചാനലിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്, പാരൻസ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ പോയപ്പം അവൻ കരയുന്ന രംഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അവളോട് തൊഴുത് പറയുന്നത്, എനിക്ക് നീ ഇല്ലാതെ പറ്റൂല, ഞാൻ ഇത്രയും ദിവസം 5 വർഷം കൊണ്ട് നിന്നെ പ്രണയിച്ചില്ലേ, നീ പെട്ടെന്ന് എന്നെ ഇങ്ങനെ മറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറക്കാൻ പറ്റും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നാ നീ പോയി ചാവ് എന്ന് നിസ്സാരമായിട്ട് അവൾ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ എന്റെ മോളോട് എങ്ങനെ സംസാരിക്കും അതുപോലെ ഞാൻ അവളോട് പറഞ്ഞു. മറ്റേ ഈ 5 വർഷം കൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു, പെട്ടെന്ന് നിനക്ക് ഇപ്പം താല്പര്യം ഇല്ലെങ്കിൽ ശരി ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യും, നീ എന്റെ മോനോട് ഒരു 5 നിമിഷം സ്നേഹത്തോടെ 5 മിനിറ്റ് സംസാരിക്കുക, എന്നിട്ട് ഞാൻ കുറച്ച് അതിനെ മാറ്റിയെടുത്ത് വിടാമെന്ന് പറഞ്ഞു. പക്ഷെ അവളത് കേട്ടില്ല. 5 വർഷം നീണ്ട പ്രണയം വീട്ടുകാർ വിവാഹം പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. കാമുകി ബന്ധത്തിൽ നിന്ന് പിന്മാറിയതോടെ മാനസികമായി തകർന്ന യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് ആരോപണം. ധനുവച്ചപുരം കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ബോൾ ബാഡ്മിന്റണിലും ആർച്ചറിയിലും ദേശീയ തലത്തിൽ വരെ മത്സരിച്ച മിഥു മോഹൻ കോളേജിൽ ഒപ്പം പഠിച്ച പെൺകുട്ടിയോട് അടുപ്പത്തിലാവുകയും ചെയ്തു. മാല, ലാപ്ടോപ്പ്, ഐഫോൺ, ഫെൻസിംഗ് കിറ്റ് തുടങ്ങി പെൺകുട്ടിക്ക് ആവശ്യമായ പലതും യുവാവ് വാങ്ങി നൽകിയിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. 3 ലക്ഷം രൂപയും നൽകി. മരണാന്തര വൈദ്യുതി 3 ലക്ഷം രൂപ, അവന്റെ കഴുത്തിൽ കിടന്ന ഒരു ചെയിന്, ഒരു 75 രൂപയ്ക്കുള്ള ഒരു ഐഫോണ്, ഞാൻ അവന് വാങ്ങി ഉപയോഗിക്കാൻ കൊടുത്ത ഒരു ലാപ്ടോപ്പ് എന്നിവ കൈക്കലാക്കുകയും വസ്ത്രങ്ങളും അതും ഇതും. അവള് കാര്യവട്ടം കോളേജിലാണ് പഠിക്കുന്നത്. അവള് പഠിച്ചിട്ട് അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് ചേട്ടാ എന്നെ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാറെടുത്തുണ്ട് കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവള് വേറൊരു കമ്പനിയാവുകയും എന്റെ മോനെ മാനസികമായി തകർക്കുകയും ചെയ്തു. എന്റെ മോനെ നിരന്തരം പോയി ചാകട, പോയി മരിക്കട, അത് ചെയ്യടാ ഇത് ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു. ഉപരിപഠനത്തിനായി പോയ പെൺകുട്ടി അവിടെ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലാവുകയും മിഥുനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും പറയുന്നു. വിഷാദത്തിലേക്ക് വഴുതി വീണ യുവാവ് ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. ആത്മഹത്യാക്കുറിപ്പിന്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു പയ്യൻ സ്നേഹിക്കുകയാണ്. തനിക്ക് വേണ്ട എല്ലാ സാധനവും അവൻ്റെ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. എങ്ങനെയുണ്ട് ഇത്? നേരെ തിരിച്ചാണെങ്കിലോ, ഒരു പെൺകുട്ടിയുടെ നിന്ന് ഇങ്ങനെയുള്ള പൈസയും അതുപോലെ തന്നെ അവളുടെ ലാപ്ടോപ്പ്, ഐഫോണ്, പുതിയ ഐഫോണ്, 75,000 രൂപയുടെ ഐഫോണ്, ചെയിന്, ഗോൾഡ് ചെയിൻ, അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ, പിന്നെ വേറെ എന്തൊക്കെയോ. നല്ല ഫ്യൂച്ചറുള്ള പയ്യനായിരുന്നില്ലേ, സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു, സംസ്ഥാന തലത്തിൽ മത്സരിച്ചിട്ടുള്ള കായിക താരമാണ്. ആലോചിച്ച് നോക്കൂ, ആ ഫ്യൂച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ പ്രതീക്ഷ ഇതെല്ലാം ഇല്ലാതായില്ലേ. ഇതിനെപ്പറ്റി എന്താ ആരും ഒന്നും സംസാരിക്കാത്തത്? സൂയിസൈഡ് അല്ലേ ചെയ്തത്? കൊന്നതാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി ചർച്ച ഉണ്ടായിട്ടുണ്ടാവും. ഗ്രീഷ്മയുടെയൊക്കെ പോലുള്ള കേസാണെങ്കിൽ കുറച്ചും കൂടി ചർച്ച ഉണ്ടായിട്ടുണ്ടാവും. ഓരോ ആളുകളുടെയും മനക്കെട്ടി വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരാളിലേക്ക് ഒതുങ്ങും, നമ്മുടെ കഴിവുകളെല്ലാം മറന്ന്, നമ്മുടെ ലൈഫെല്ലാം മറന്ന് നമ്മൾ ഒരു പക്ഷേ ഒരു മൊമെൻറ്റിൽ ലൈഫിൻ്റെ ഒരു പാർട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരാളിലേക്ക് അങ്ങോട്ട് ഒതുങ്ങും. അത് ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. അതുവരെ നല്ല സ്ട്രോങ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അങ്ങോട്ട് ഒതുങ്ങി ആ ഒരു ആളുടെ ലൈഫിലോട്ട് അങ്ങോട്ട് ഇതായി, എന്താ വെച്ചാൽ ഒരാളിലേക്ക് അങ്ങോട്ട് ഒതുങ്ങും, വേറൊന്നും കാണില്ല, വേറൊന്നും ശ്രദ്ധിക്കില്ല. വീട്ടുകാരെന്നെ ചിലപ്പോൾ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും, മോനെ ഇത്തിരി സൂക്ഷിച്ചിട്ടൊക്കെ നീ നിൽക്കണം എന്ന് പറയുന്നുണ്ടാവും, ശ്രദ്ധിക്കില്ല. ഇത്രയും ആത്മാർത്ഥത കാട്ടിയാലും ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? പോയി ചാവടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നീ പോയി ചാവുമെന്ന്. ഇപ്പോഴുള്ള മിക്ക പ്രണയകഥയിലും ഇതൊക്കെയാണ് അവസ്ഥ.
പ്രണയിക്കുക, എന്നിട്ട് സ്ത്രീധനം ചോദിക്കുക. അതുപോലെ തന്നെ പ്രണയിച്ച് കഴിഞ്ഞ് സംഭവങ്ങളെല്ലാം കൈപ്പറ്റിയതിന് ശേഷം വേറെ ആരുടെയും കൂടെ പോവുക. ഈ ഒരു കേസിൽ ഈ ഫാമിലി ഒരിക്കലും ഒന്ന് പിന്മാറരുത്. ഇങ്ങനെ ഒരു പാവം പയ്യന്റെ ജീവിതം തകർത്തിട്ടുള്ളവർ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കേണ്ടെന്നേ. നിയമപരമായി അവർക്ക് എത്ര ശിക്ഷ കിട്ടുമോ അത് മാക്സിമം വാങ്ങിക്കൊടുക്കാൻ ഇവർ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. വിടരുത് ഇങ്ങനെയുള്ള ആളുകളെ. ഇതൊരു മാതൃകയാവരുത്. ഇങ്ങനെ ചെയ്ത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടല്ലോ ചിലരില്. അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരാള് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും. പ്രത്യേകിച്ച് 3 ലക്ഷം രൂപ ആലോചിച്ച് നോക്കിയേ. പൈസ, ലാപ്ടോപ്പ്, ചെയിന്, ഐഫോൺ, പിന്നെ വേറെ എന്തോ ഒരു സാധനം പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയില്ല. ഇതെല്ലാം അവൻ്റെ ഊറ്റിയതിന് ശേഷം ഒക്കെ വലിയ കാര്യമല്ലേ. 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ട് അല്ലേ. ഇനി വേറെ ഉണ്ടാവും, ഇവരൊന്നും അറിയാത്ത വേറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ക്രൂര പ്രവൃത്തിയാണ് ആ കുട്ടി ചെയ്തത്. എന്തിനു വേണ്ടി? വേറൊരാൾ വന്നു, നാളെ അതിനേക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവനെയും ചതിക്കും, ഒരു സംശയവുമില്ല. ഇതിൽ എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടാവുമെന്നോ എത്രത്തോളം ഈ കേസ് മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൽ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണമായിരിക്കും. ഈ ഒരു കുട്ടിക്കായാലും അതിൽ ഫാമിലിക്ക് പങ്കുണ്ടെങ്കിൽ ഫാമിലിക്കായാലും നിയമപരമായി എന്തൊക്കെ വകുപ്പുണ്ടോ അതെല്ലാം ചാർത്തി ഇവരകത്താക്കണം. ഒരുത്തൻ്റെ ലൈഫ് നശിപ്പിച്ച് അങ്ങനെ സമാധാനത്തോടെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് നടക്കാമെന്നും വിചാരിക്കാൻ പാടില്ല. ഒരുത്തൻ്റെ ലൈഫ് തകർത്തിട്ട്, ഒരു പാവം പയ്യൻ്റെ ലൈഫ് തകർത്തിട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് നടക്കാമെന്നും ഇങ്ങനെയുള്ളവർ വിചാരിക്കാൻ പാടില്ല. പണ്ടൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ രണ്ടുപേർക്കൊരു സിൻസിയറിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതെന്ത് കാര്യത്തിലായാലും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിലേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ നമ്മളെ സീരിയസ് ആയിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെ അതേപോലെ കാണുന്ന, നമ്മൾ അങ്ങോട്ട് കാണുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങോട്ടും സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന ഒരാളാണോ എന്ന് കൺഫേം ചെയ്തിട്ടേ നമ്മൾ റിലേഷൻഷിപ്പിൽ പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു കാണുമ്പോൾ ഒരു അട്രാക്ഷനിൽ പോയിട്ട് തലവെച്ച് കൊടുക്കരുത്. അതുപോലെ ഒന്നും ഭംഗി ഉണ്ടാവില്ല, ലൈഫിൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. അതേസമയം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടിയും എന്തെങ്കിലും നല്ലത് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ മാത്രം ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അവരെ പരിപാലിച്ചുകൊണ്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഇട്ടിട്ട് പോകും അങ്ങനെയുള്ളവർ. മനസ്സിലാക്കുക, ഓരോ ആളുകളെയും മനസ്സിലാക്കുക, അതനുസരിച്ച് പെരുമാറുക. അല്ലാതെ ഇപ്പം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു ന്യൂസ് അറിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കുറ്റം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പല രീതിയിലുള്ള സംഭവങ്ങൾ ഇവൻ്റെ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ചീറ്റിംഗ് ആണ്. വിശ്വസിച്ചു പോയിട്ടുണ്ടാവും പാവം, അല്ലാതെ എന്ത് പറയാനാണ്. ഈ ഒരു സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അക്രമങ്ങളും അനീതികളും മാത്രം ചർച്ച ചെയ്യപ്പെട്ടാൽ മതിയോ? എവിടെയാണ് ഈക്വാലിറ്റി? ഈ ഒരു ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയായിട്ടുള്ള ഒരു കാര്യമാണ്. ഈക്വാലിറ്റി ഒരു കാര്യത്തിലും ഇവിടെ വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് വരണം. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വല്ലതും വന്നാലും സംസാരിക്കപ്പെടണം, സ്ത്രീകൾക്ക് വല്ലതും വന്നാലും സംസാരിക്കപ്പെടണം, രണ്ടും ചർച്ച ചെയ്യപ്പെടണം. അത് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്രഹസനം ഉണ്ടല്ലോ, ഈ ഒരു ഈക്വാലിറ്റി, അതുപോലെ തന്നെ ഫെമിനിസം, അല്ലെങ്കിലും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സത്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു കോൺസെപ്റ്റ് മാത്രമാണ്, മനസ്സിലുള്ള ഒരു ചിന്ത മാത്രമാണ്. അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ നിയമപരമായി തെറ്റ് ചെയ്താൽ അതാരായാലും ശിക്ഷിക്കപ്പെടണം. ആര് തെറ്റ് ചെയ്താലും അത് ചർച്ച ചെയ്യപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.